शशांक शेखर चंद्रमौलि चिदंबरा कोटि कोटि प्रणाम शंभु कोटि नमन दिगंबरा। शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रिय तांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा। शिव शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रिय तांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा। ओम परमेश्वरा परा ओम निखिलेश्वरा हरा ओम जीवेश्वरेश्वरा कनरारा ओम मंत्रेश्वरा स्वरा ओम यंत्रेश्वरा स्थिरा ओम तंत्रेश्वरा वरा नामेरा। शिव शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रिय तांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा। വിശ്വാസവും ജീവിതവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന മുറതെറ്റാത്ത അനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് വഴക്കാട്. വഴക്കാട് ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവവും ദേവീക്ഷേത്രത്തിൻ്റെയും ഗണപതി ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠയും 2025 ഏപ്രിൽ 1 ചൊവ്വ മുതൽ ഏപ്രിൽ 7 തിങ്കൾ വരെ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്നു. ഈ അസുലഭ നിമിഷത്തെ വരവേൽക്കുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും കുടുംബസമേതം ക്ഷേത്ര സന്നിധിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അമ്മയെ കാണുവാനെന്തഴക് അഞ്ചിതൾ പൂവുകൾക്കെന്തഴക്. തന്ത്രിമുഖ്യൻ ചിറയിൻകീഴ് ശ്രീഹരി മഠത്തിൽ ബ്രഹ്മശ്രീ ശ്രീഹരി പോറ്റിയവറുകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുണ്യപുരാതനമായ വഴക്കാട് ആയിരവില്ലി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 1 മുതൽ 7 വരെ പൂജാതി ഹോമാദി അഭിഷേക കർമ്മങ്ങളാൽ ധന്യമാകുന്ന അത്യന്തം വിശേഷാൽ പ്രധാനമായ ക്ഷേത്ര ചടങ്ങുകളോടും സമൂഹ പൊങ്കാല നാഗരൂട്ട് ആധ്യാത്മിക പ്രഭാഷണം ഉത്സവ ദിവസങ്ങളിൽ സമൂഹ സദ്യ അന്നദാന സദ്യ പോലുള്ള സത്കർമ്മങ്ങളോടും നിറപ്പക്കിട്ടാർന്ന കലാപരിപാടികളോടും വർണ്ണാഭമായ ഘോഷയാത്രയോടും കൂടി സമുചിതമായി ആഘോഷിക്കുന്നു. 2025 ഏപ്രിൽ 1 ചൊവ്വാഴ്ച വൈകിട്ട് 4:30 വിഗ്രഹ ഘോഷയാത്ര പുളിമാത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താളമേളത്തിന്റെ അകമ്പടിയോടുകൂടി ഭക്തിനിർഭരമായ ഘോഷയാത്ര വഴക്കാട് ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ഏപ്രിൽ 2 ബുധനാഴ്ച രാവിലെ 6 മണിക്ക് മഹാഗണപതി ഹോമത്തോടുകൂടി ക്ഷേത്രാങ്കണം ഭക്തിനിർഭരമാകുന്നു. തുടർന്ന് ക്ഷേത്ര ആചാര ചടങ്ങുകൾ. ഉത്സവങ്ങൾ മാനവ മനസ്സുകളിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മഹാസമതലങ്ങൾ സൃഷ്ടിക്കുന്നു. എല്ലാം മറന്നൊരുമിക്കാൻ ചെണ്ടയുടെ താളത്തിൽ സ്നേഹവും ആഹ്ലാദവും ഒരുമിച്ച് പങ്കിടാൻ സർവരും ഈ പുണ്യപവിത്ര ഭൂമിയിൽ സംഗമിക്കുന്നു. തിരുവുത്സവത്തിൻ്റെ 1-ാം ദിവസമായ ഏപ്രിൽ 3 വ്യാഴാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ശേഷം 10:25 10:50 ഇടയിൽ ഇടവം രാശിയിൽ പ്രതിഷ്ഠ, ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം, 12:30 കൊടിമര ഘോഷയാത്ര വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ വഴക്കാട് ജംഗ്ഷൻ മൂന്നാറ്റുമുക്ക് വഴി ക്ഷേത്രസന്നദ്ധിയിൽ എത്തിച്ചേരുന്നു. തുടർന്ന് തൃക്കൊടിയേറ്റ്, 6:30 ദീപാരാധന വിളക്ക്, രാത്രി 7:30 ചാറ്റ്. സ്നേഹത്തിൻ്റെ മനോഹരമായ കൂടിക്കാഴ്ചയാണ് ഓരോ ഉത്സവങ്ങളും. വിശ്വാസവും ജീവിതവും ഇടകലർന്ന കലാപൈതൃകമായി ചെമ്പട്ടും പള്ളിവാളും അരമണിയും കിലുക്കി ചെണ്ടയുടെ മേളത്തിൽ ചടുലതാളത്തിൽ ആചാരാനുഷ്ഠാന കർമ്മത്തിന്റെ പീഠത്തിനു മുകളിൽ കയറി നിന്ന് ഇടവും വലവും പള്ളിവാൾ വീശി അശരണർക്കെന്നും ആശ്രിതവത്സയായ അമ്മത്തമ്പുരാട്ടി. അമ്മത്തമ്പുരാട്ടിയുടെ ചൈതന്യം നിറഞ്ഞാടുന്ന വഴക്കാട് ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവവും ദേവീക്ഷേത്രത്തിൻ്റെയും ഗണപതി ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠയും ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്നു. തിരുവുത്സവത്തിൻ്റെ 2-ാം ദിവസമായ ഏപ്രിൽ 4 വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്ര ആചാര ചടങ്ങുകൾ. വൈകിട്ട് 5 മണിക്ക് പുരാണ പാരായണം. രാത്രി 8 മണിക്ക് രാധേയം തിരുവാതിര ഗ്രൂപ്പ് നെടുവേലി അവതരിപ്പിക്കുന്ന തിരുവാതിര. രാത്രി 9 മണിക്ക് ആറ്റിങ്ങൽ മനുവും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻ തുള്ളൽ.
ജീവിതയാത്രയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ശത്രുക്കളെയും പ്രതിബന്ധങ്ങളെയും ഉഗ്രകോപം കൊണ്ട് നിഗ്രഹിച്ച് ഭക്തർക്ക് അഭയമരുളുന്ന വിശ്വരക്ഷകനാണ് വടക്കാട് ആയിരവില്ലി തമ്പുരാൻ. വടക്കാട് ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവവും ദേവീക്ഷേത്രത്തിൻ്റെയും ഗണപതി ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠയും ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്നു. തിരുവുത്സവത്തിൻ്റെ 3-ാം ദിവസമായ ഏപ്രിൽ 5 ശനിയാഴ്ച ക്ഷേത്ര ആചാര ചടങ്ങുകൾ. അന്നേ ദിവസം രാത്രി 8 മണിക്ക് അനന്തം ഡാൻസ് ഗ്രൂപ്പ് വിളയിൽ കുറ്റിയാണി അവതരിപ്പിക്കുന്ന നൃത്താഞ്ജലി. ദേവി വേദാംബികേ സാമഗായികേ അമ്മേ മൂകാംബികേ ഏകയാണു ഞാൻ. തൊഴുകൈകളോടെ തന്റെ തിരുമുമ്പിലെത്തുന്ന ഭക്തർക്ക് മുൻപിൽ വിളിച്ചാൽ വിളിപ്പുറത്ത് വിളി കേൾക്കുന്ന വടക്കാട് ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവവും ദേവീക്ഷേത്രത്തിൻ്റെയും ഗണപതി ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠയും ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്നു. തിരുവുത്സവത്തിൻ്റെ 4-ാം ദിവസമായ ഏപ്രിൽ 6 ഞായറാഴ്ച ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 9 മണിക്ക് സമൂഹ പൊങ്കാല. ജ്വലിച്ചുയരുന്ന ഹോമകുണ്ഡം പോലെ ജ്വലിത ഭക്തി നിറയുന്ന ഭക്തമനസ്സുകളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചുകൊണ്ട് നടക്കുന്ന സമൂഹ പൊങ്കാല. മണ്ണ്, ജലം, വായു, അഗ്നി, മനസ്സ് ഇവ ഒന്നായി ചേർന്ന് പരാശക്തിയിൽ ലയിപ്പിക്കലാവുന്നു പൊങ്കാല. അനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും പൊങ്കാലയിലൂടെ ആഹൂതി ചെയ്യപ്പെടുകയാണ്. ഭക്തിയോടെ പൊങ്കാലയിൽ പങ്കെടുത്ത് ആത്മസമർപ്പണം ചെയ്ത് ധന്യരാവുക. രാവിലെ 10 മണിക്ക് പ്രഭാത ഭക്ഷണം, 11 മണിക്ക് പൊങ്കാല നിവേദ്യം, വൈകുന്നേരം 5 മണിക്ക് പുരാണ പാരായണം, 5:30 ഭക്തിഗീതങ്ങൾ. അവതരണം തമ്പുരാൻ ഭക്തിഗാന സംഘം വടക്കാട്. 6:30 ദീപാരാധന വിളക്ക്. രാത്രി 8:30 ലെനിൻ മെമ്മോറിയൽ ആർട്സ് ക്ലബ് വടക്കാട് അവതരിപ്പിക്കുന്ന നൃത്തോത്സവം. ഉലകയാളും ഇനിയ നാമം ഓം നമ ശിവായ. കലികാല ദുരിതങ്ങളിൽപ്പെട്ട് ഉലയുന്ന മനുഷ്യന് ആശ്രയത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കെടാവിളക്കായി നിലകൊള്ളുന്ന പുണ്യശ്രീലകമായ വടക്കാട് ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവവും ദേവീക്ഷേത്രത്തിൻ്റെയും ഗണപതി ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠയും ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്നു. തിരുവുത്സവത്തിൻ്റെ 5-ാം ദിവസമായ ഏപ്രിൽ 7 തിങ്കളാഴ്ച പ്രഭാത പൂജ, ഗണപതി ഹോമം, നാഗരൂട്ട്, 11:30 അന്നദാനം, വൈകുന്നേരം 6 മണിക്ക് ദീപാരാധന വിളക്ക്, 6:30 പുഷ്പാഭിഷേകം, 7 മണിക്ക് രഥം ചപ്രം എഴുന്നള്ളിപ്പ്. കുഴിവിള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വടക്കാട് ജംഗ്ഷൻ മൂന്നാറ്റുമുക്ക് വഴി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നു. രാത്രി 8 മണിക്ക് താലപ്പൊലി, 12 മണിക്ക് കുലവാട ചിറപ്പ്, 1 മണിക്ക് തേരുവിളക്ക് പ്രദക്ഷിണം, 1:30 പൂപ്പട. തുടർന്ന് ആചാരപ്രകാരമുള്ള ക്ഷേത്ര ചടങ്ങുകൾ. പുലർച്ചെ 4 ദേവീപൂജ, 4:30 കുരുതി തർപ്പണം. ഈ അസുലഭ നിമിഷത്തെ വരവേൽക്കുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും കുടുംബസമേതം ക്ഷേത്ര സന്നിധിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശംഭോ ശംഭോ ശിവ ശംഭോ ശംഭോ ശിവ ശംഭോ ശംഭോ ശിവ ശംഭോ.